ഹലോ മക്കളെ, ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകാനായിട്ട് പോകുന്ന ഒരു കുട്ടിക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ മിസ് വേഗം തന്നെ പറഞ്ഞു തരാം. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ വെക്കേഷൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ വെറുതെ ഇരുന്ന് സമയമൊക്കെ കളയായിരിക്കും. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ ഒരു കാര്യം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഹയർ ക്ലാസ്സസിലൊക്കെ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് മിസ് വിചാരിക്കുന്നത്. ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ന്യൂസിലൊന്ന് പോയി നോക്കുക, നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇപ്രാവശ്യം ഫെയിൽ ആയിട്ടുള്ളത്. അതായത് ഇപ്രാവശ്യം സാധാരണ വർഷങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരെയും പാസ്സാക്കി വിടുമായിരുന്നു. അതായത് ഓൾ പാസ് എന്നുള്ളൊരു സിസ്റ്റമായിരുന്നു നമുക്ക് നിലവിലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഓൾ പാസ് എന്നുള്ള സിസ്റ്റം ഇല്ല. അതായത് 30% മാർക്ക് കുറവായിട്ടുള്ള കുട്ടികളെ 8ാം ക്ലാസ്സിൽ ഇപ്രാവശ്യം ഫെയിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇപ്രാവശ്യം ഫെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം പ്രത്യേകിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹിന്ദി എന്നുള്ള സബ്ജക്റ്റിലാണ് ഒരുപാട് സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഷിമീം സാറും എല്ലാവരും നമ്മളിങ്ങനെ ഡിസ്കസ് ഒക്കെ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഹിന്ദിയിലൊക്കെ ഇത്ര അധികം മാർക്ക് കുറയാനായിട്ടുള്ള കാരണം എന്താണ്. ബാക്കി ഹിന്ദി മാത്രമല്ല ബാക്കിയുള്ള സബ്ജക്റ്റുകളുണ്ട്, പക്ഷെ കൂടുതൽ സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുള്ളത് ഹിന്ദിയിലാണ്. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ, 5ാം ക്ലാസ് മുതൽ നമ്മൾ ഹിന്ദി പഠിക്കുന്നുണ്ട് അല്ലേ, പക്ഷേ ഒരുപാട് സ്റ്റുഡൻസിന് ഇപ്പോഴും ഹിന്ദി വായിക്കാനോ എഴുതാനോ ഒന്നും അറിയില്ല. കാരണം ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും ആ ഒരു പ്രശ്നമുണ്ട്. ഓരോ സബ്ജക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പലർക്കും ഓരോ സബ്ജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഹയർ ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത്, ഇപ്പോൾ ബാക്കിയുള്ള 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് അവിടെ കുട്ടികൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബേസിക്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ അടിത്തറയിൽ നിന്ന് മേലേക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മേലോട്ടായിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാന പ്രശ്നം വരുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് ആ ഒരു അടിത്തറ ഇല്ലാതെ മേലോട്ടേക്ക് നമ്മൾ എന്ത് പഠിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവത്തില്ല, നമുക്ക് മാർക്ക് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യം ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ബേസിക്സ് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ടെൻഷനൊന്നും അടിക്കേണ്ട. ഇത് ഈ മിസ് ഇനി ഞങ്ങൾ അടുത്ത വട്ടം ഫെയിൽ ആവുമോ എന്നുള്ള രീതിക്ക് അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കാനല്ല മിസ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തു തരുന്നത്. നിങ്ങൾക്ക് ആ ഒരു ബേസിക്സിൻ്റെ പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി അടുത്ത വർഷം കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ ആ പഠിക്കാനുള്ള കാര്യങ്ങളുടെയൊക്കെ കുറച്ചൊക്കെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ സബ്ജക്റ്റിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആഗ്രഹമുള്ള എല്ലാവർക്കും ആ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ട് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അത് പക്ഷേ ഇപ്പോഴല്ല അറിയാം. നമ്മൾ സ്കൂളിൽ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ടീച്ചേഴ്സ് പറയുന്ന ക്ലാസ്സുകളൊക്കെ കേട്ട് തുടങ്ങുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അതിൻ്റെ മാറ്റം എന്താണെന്നുള്ളത്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സാധാരണ ഒരു ബേസിക്സ് അറിയാത്തൊരു കുട്ടി കേൾക്കുന്നതും ബേസിക്സ് അറിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലാസ് കാണുന്നതും രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇത് കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു അവസരം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ഒരു ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അധികം നേരം ഉണ്ടാവില്ല, വളരെ കുറച്ച് നേരത്തെ മാത്രമുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിൻ്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ അറിയാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട, എൻ്റെ കുട്ടികളെ ധൈര്യമായിട്ട് ക്ലാസ് കാണാം. അടിപൊളിയായിട്ട് ആ ഒരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ക്ലാസ്സുകളൊക്കെ അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അത് മിസ്സിൻ്റെ ഉറപ്പാണ്. ഇനി നമ്മുടെ ബാച്ചിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ ദേ വരുന്നുണ്ട്. എല്ലാം നമുക്ക് റിസൾട്ട് അറിയും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാച്ചിൻ്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ ദേ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ ബാച്ചിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നിർബന്ധമുണ്ട് നമ്മുടെ കുട്ടികൾ അത്യാവശ്യം നോളജോട് കൂടിയിട്ട് വേണം നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലേ, ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ടുള്ള എല്ലാ ബേസിക് ആയിട്ട് പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഓറിയൻറ്റേഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ നാളെ രാത്രി കൃത്യം ഈ താഴെ കാണുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു 7:30 നിങ്ങൾക്ക് താഴെ കാണുന്ന സമയം വേണം മിസ്സിനെ പറഞ്ഞുതരാം. 7:30 നിങ്ങൾക്ക് ക്ലാസ്സുകൾ വെക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും, അപ്പോൾ നാളത്തെ ഓറിയൻറ്റേഷൻ എല്ലാവരും മസ്റ്റായിട്ട് അത് കണ്ടിരിക്കണം. ഓറിയൻറ്റേഷന് ശേഷം ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സുകളും കറക്റ്റായിട്ട് കാണണം. അപ്പോൾ നാളെ വന്നു കഴിഞ്ഞാൽ മിസ്സ് പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്,
എങ്ങനെയാണ് നിങ്ങൾക്കിത് യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണിത് കാണേണ്ടത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കരുത്. നാളെ രാത്രി 7:30 കാണാം.